എറണാകുളം കൂനമാവിൽ ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള സ്ഥലം ഒഴിയണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോട്ടീസ് അയച്ചു. വരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാധുജന സംഘത്തിനാണ് നോട്ടീസ് അയച്ചത്. പണം വാങ്ങിയ ഭൂമി വിട്ടുകൊടുക്കില്ല എന്നും ഏതറ്റം വരെയും നിയമ പോരാട്ടം നടത്തുമെന്നും സാധുജന സംഘം അറിയിച്ചു. കൂനമാവ് റോമൻ കത്തോലിക്ക ചർച്ചിന് കീഴിലെ സാധുജന പരിപാലന സംഘത്തിന്റെ കൈവശമുള്ള 1.25 ഏക്കറിലാണ് ദേവസ്വം ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത്. ഭൂമി ദേവസ്വം ബോർഡിന് അവകാശപ്പെട്ടതാണെന്നും കൈവശക്കാർ കയ്യേറ്റക്കാരാണെന്നും കാട്ടി സ്പെഷ്യൽ തഹസിൽദാരാണ് നോട്ടീസ് നൽകിയത്. വില കൊടുത്ത് വാങ്ങിയ ഭൂമിക്ക് കൃത്യമായി കഴമൊടുക്കുന്നതാണെന്നും കുടിയൊഴിയാൻ തയ്യാറല്ലെന്നുമാണ് സാധുജന സംഘത്തിന്റെ നിലപാട്. 69 ഞങ്ങൾ രൊക്കം കാശ് കൊടുത്ത് വാങ്ങുമായിരുന്നത്. അപ്പോൾ തീർ വാങ്ങിയതാണ് ഭൂമി. ഞങ്ങളുടെ റെക്കോർഡുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യമായി ഇത് അവരുടെ സ്ഥലമല്ല എന്ന് ബോധ്യമായതുകൊണ്ട് ആയിരിക്കണം അവരൊരു വേഗമായിട്ടുള്ളൊരു ഓർഡർ ഇട്ട് അളക്കാൻ പറഞ്ഞത്. നിയമ പോരാട്ടം ഞങ്ങൾ എവിടം വരെ പോകണമെങ്കിലും അവിടം വരെ പോകും. കാരണം ഇത് ഞങ്ങളുടെ സ്ഥലമാണിത്. ദേവസ്വം ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം നടപടിയെടുക്കാതിരിക്കാൻ നവംബർ 13-ന് തിരുവനന്തപുരത്തെ ഭൂസംരക്ഷണ വിഭാഗം തഹസിൽദാർ ഓഫീസിൽ ഹാജരാകണമെന്ന നോട്ടീസാണ് ആദ്യം ലഭിച്ചത്. ഹാജരാകാൻ കഴിയില്ലെന്ന മറുപടിയെ തുടർന്ന് ഡിസംബർ 5-ന് ആലുവ സ്പെഷ്യൽ തഹസിൽദാറിന് മുന്നിൽ ഹാജരാകാനാണ് പുതിയ നിർദ്ദേശം. വില കൊടുത്തു വാങ്ങിയ ഭൂമി സംരക്ഷിക്കാൻ ശക്തമായ സമരം നടത്താനാണ് വരാപ്പുഴ അതിരൂപതയുടെ തീരുമാനം. ഞങ്ങൾ അവസാനം വരെ കോടതിയിലുള്ള പോരാട്ടം നടത്തും, അതേപോലെ ക്യാമ്പയിനുകൾ നടത്തും. വേണ്ടി വന്ന പ്രത്യക്ഷ സമരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങും. രാഹുൽ ബിജുവിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.